53ാമത് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷത്തിനൊരുങ്ങി UAE. ടെലികോം ദാതാക്കളായ ഡു ഈ അവസരത്തിൽ സൗജന്യ ഡാറ്റയാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനമായി നൽകുന്നത്. പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്കാണ് ഈ അവസരത്തിൽ 53 GB ഡാറ്റ സൗജന്യമായി അനുവദിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ഡിസംബർ 4 വരെയാണ് സൗജന്യ ഡാറ്റ അനുവദിക്കുന്നത്. ഈദ് അൽ ഇത്തിഹാദ് ദുബൈയിലെ പ്രധാന ബീച്ചുകളിൽ കുടുംബങ്ങൾക്ക് മാത്രം പ്രവേശനം. അവധിക്കാലത്തെ തിരക്ക് കണക്കിലെടുത്താണ് മറ്റന്നാൾ മുതൽ ഡിസംബർ 3 വരെ ദുബൈയിലെ പ്രധാന ബീച്ചുകളായ ജുമൈറ 2, ജുമൈറ 3, ഉമ്മുൽ സുക്കീം 1, ഉമ്മുൽ സുക്കീം 2 എന്നീ 4 പ്രധാന ബീച്ചുകളിൽ കുടുംബങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്നത്. ഒമാനിൽ ശക്തമായ തെക്ക് പടിഞ്ഞാറൻ കാറ്റ്. മുസന്തം, ബുറൈമി, ദാഹിറ, ദാഖിലിയ, അൽവുസ്ത, ദോഫാർ എന്നിവിടങ്ങളിലാണ് ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നത്. ഒമാൻ കടലിലും മുസന്തം തീരത്തും 2.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ശക്തമായ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. ഇത്തിഹാദ് എയർവേസിന് ചെന്നൈ സൂപ്പർ കിങ്സ് നിറത്തിൽ. ഇന്ത്യയിലെ പ്രമുഖ ക്രിക്കറ്റ് ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിറമായ മഞ്ഞയും നീലയുമാണ് ഇത്തിഹാദ് പുതുതായി സർവീസ് ആരംഭിക്കുന്ന എയർബസ് A20 വിമാനങ്ങൾക്ക് നൽകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആസ്ഥാനമായ ചെന്നൈയിലേക്ക് തന്നെയാണ് ഇതിന്റെ ആദ്യ സർവീസും ആരംഭിക്കുന്നത്. വരുന്ന മാസം 1 മുതൽ പുതിയ വിമാനം സർവീസ് ആരംഭിക്കുമെന്ന് ഇത്തിഹാദ് വൃത്തങ്ങൾ അറിയിച്ചു. ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്യനെയർ നറുക്കെടുപ്പിൽ വീണ്ടും ഇന്ത്യക്കാരന് നേട്ടം. 34കാരനായ TJ അലനാണ് $10 ലക്ഷം അതായത് 8 കോടിയിലേറെ രൂപ സമ്മാനമായി ലഭിച്ചത്. ഒരു മലയാളിയടക്കം 3 പേർക്ക് ആഡംബര കാറുകളും സമ്മാനമായി ലഭിച്ചു. ഓർമ്മ ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് കേരളോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുബായ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടാണ് ഇത്തവണ പൂരനഗരിക്ക് വേദിയാകുന്നത്. 10ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന വർണ്ണാഭമായ കുടമാറ്റം, 500ഓളം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര, ഒപ്പന, കോൽക്കളി, ചെണ്ടമേളം, തെരുവ് നാടകം തുടങ്ങി വിവിധ കലാപരിപാടികൾക്കായുള്ള തയ്യാറെടുപ്പാണ് പൂർത്തിയായത്. പൂരനഗരിയിലെ വിവിധ സ്റ്റാളുകളുടെ നിർമ്മാണവും പൂർത്തിയായി വരികയാണ്. നർത്തകിയും ചലച്ചിത്ര താരവുമായ മേതിൽ ദേവിക, സംഗീത നാടക അക്കാദമി ചെയർമാനും മേളം കലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പ്രൊജക്സ് മലബാരിക്കസ് ബാൻഡുമായി ചലച്ചിത്ര പിന്നണി ഗായിക സിതാരയും സംഘവും, അരവിന്ദ് നായർ, ആര്യ ദയാൽ, സച്ചിൻ വാര്യർ എന്നിങ്ങനെ കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ വരുന്ന ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി വൈകുന്നേരം 4 മണി മുതൽ നടക്കുന്ന കേരളോത്സവത്തിൽ പങ്കാളികളാകും. പൂരനഗരിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു.